അയ്യോ, സത്യമായിട്ട് തന്നെ അന്വേഷിച്ചുള്ള വരവ് തന്നെയാ. വരവ് കണ്ടറിയാം. ടോക്സിക് സിനിമയെ ചൊല്ലി വിവാദം രൂക്ഷം. ഇന്ന് സംവിധായകരായ രൂപേഷ് പീതാംബരനും നിതിൻ രഞ്ജി പണിക്കരും രംഗത്ത് വന്നു. അങ്ങനെ യാതൊരു ഉദ്ദേശവും എനിക്കില്ലടാ. എനിക്കറിയില്ല. കസബ സിനിമ ഇപ്പോൾ ഗീതുവിന് ടോക്സിക് അല്ലേ എന്നായിരുന്നു രൂപേഷിന്റെ ചോദ്യം. ഉത്തരം പറ. ഇനി അതിൽ പിടിച്ചാടോ ഈ കൃഷ്ണമൂർത്തി കളിക്കാൻ പോകുന്നത്. കഥാപാത്രം സിനിമയിൽ നായികയുടെ കയ്യിൽ ചുംബിക്കുന്ന ഒരു ചിത്രമാണ് നിതിൻ പങ്കുവച്ചത്. കുറെ കാലമായി ഞാനിത് ആലോചിക്കാൻ തുടങ്ങിയിട്ട്. കഴിഞ്ഞ ദിവസമാണ് ടോക്സിക് തിയേറ്ററുകളിലേക്ക് എത്തിയത്. റിലീസ് ചെയ്ത പാടെ തന്നെ ഇന്ത്യ ഒട്ടാകെ തന്നെ നെഗറ്റീവ് റിവ്യൂകൾ കുമിഞ്ഞുകൂടുന്ന കാഴ്ച സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാണ് തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? അതിന് പിന്നാലെയാണ് ആദ്യം വിനായകൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നത്. ദി അൾട്ടിമേറ്റ് ഫിലിം മേക്കർ ഫ്രം WCC എന്ന അടിക്കുറിപ്പോട് കൂടിയാണ് ഗീതു മോഹൻദാസിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് വിനായകൻ ആദ്യം പോസ്റ്റിന് തിരികൊളുത്തുന്നത്. എന്താ എന്റെ ഉദ്ദേശം? പിന്നാലെയാണ് രൂപേഷ് പീതാംബരൻ ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. ഇപ്പോൾ കസബ എന്ന സിനിമ ടോക്സിക് ആയിട്ട് തോന്നുന്നുണ്ടോ, അതോ താങ്കളുടെ ചിത്രമായ ടോക്സിക് ആണോ തനിക്ക് ടോക്സിക് ആയി തോന്നുന്നത്? ഇത് ഭയങ്കര കഷ്ടാണല്ലോ. ഇവിടെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇപ്പോഴാ നിതിൻ തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ്. കസബ എന്ന ചിത്രത്തിൽ രാജൻ സക്കറിയ എന്ന കഥാപാത്രമാണ് മമ്മൂട്ടി അവതരിപ്പിച്ചിരുന്നത്. അതിലെ ഒരു ചിത്രം പങ്കുവച്ചു. അതിൽ നായികയുടെ കയ്യിൽ ചുംബിക്കുന്ന രാജൻ സക്കറിയുടെ ചിത്രം ആണ് നിതിൻ രഞ്ജി പണിക്കർ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നീ വെള്ളം കുടിക്കാതെ ചാവടാ ദുഷ്ട. 2017 സംഭവിച്ച ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കസബ എന്ന സിനിമയ്ക്കെതിരെ സെയ്റ്റ് എന്ന് ഗീതു മോഹൻദാസ് പാർവതിയോട് പറഞ്ഞ വാചകങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ 24 മണിക്കൂറിടെ വലിയ രീതിയിൽ ചർച്ചയായി മാറുന്ന കാഴ്ച. ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അയ്യോ, യാഥാർത്ഥ്യമാണ് സാർ. ഗീതു മോഹൻദാസ് ഇപ്പോൾ ഫെമിനിസത്തിന് ഒപ്പം തന്നെ നിൽക്കുന്ന ഗീതു മോഹൻദാസ് എന്തുകൊണ്ട് സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ഒരു സിനിമ തന്നെ സൃഷ്ടിച്ചു എന്ന ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. നീറി നിലവിളിക്കുന്നത് ഈ നാട്ടുകാര് മുഴുവൻ കേൾക്കും. കേൾക്കൂ ഏട്ടാ, കേൾക്കും.